ഇമ്പോർട്ടന്റ്. പ്രണയം ഉണ്ടാവും, അത് 1 വേണോ 2 വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങിയിട്ട് ആ കത്തലിൻ്റെ നിന്ന് പോകും. അങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നം ആർക്കാണെന്നറിയോ? പെൺകുട്ടിക്കും പ്രശ്നമാണ്, ആൺകുട്ടിക്കും പ്രശ്നമാണ്. അപ്പോൾ സക്സസ്ഫുൾ ആവും എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്തോ, അതുവരെ ഹൈഡ് ചെയ്ത് വെച്ചോ. ഇനി 5ാമത്തെ ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? കുറവുകളുണ്ടാവും. ഈ പറയുന്ന എനിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ ഏറ്റവും വലിയ കുറവ് എന്താണെന്ന് വെച്ചെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് നടക്കാതിരിക്കുക. അത് ആർക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ്. അത് ഭാവിയിലും പ്രശ്നം വരും. അത് പാസ്റ്റ് ആയിക്കോട്ടെ, പ്രസന്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, നമ്മളത് വലിയ രീതിയിൽ ബാധിക്കും. അതും മിണ്ടാതിരിക്കുക. പിന്നെ ഡ്രീം, 6ാമത്തെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളെ ഡ്രീം ചെറുതോ വലുതോ അവിടെ അല്ല അതിൻ്റെ കാര്യം. അത് ഷെയർ ചെയ്തിട്ട് അത് നടക്കാതിരിക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമ്മളെ മുന്നിൽ വരും. ആ ഉള്ള ഡ്രീം സക്സസ്ഫുൾ ആയതിനു ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഡ്രീം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കൂടെ നിൽക്കുന്ന ഉറപ്പുള്ള കുറച്ച് ആൾക്കാരായിട്ട് ഷെയർ ചെയ്തോ, നോ പ്രോബ്ലം.